ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് മപ്പാസാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ അളവിലാണ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്ക് കറി തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രം ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു ബേ ലീഫ്, പിന്നെ പട്ട എടുത്തിട്ടുണ്ട്, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ഇടത്തരം സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് വഴറ്റാം. സവാളയൊക്കെ വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം ഞാനൊരു തക്കാളി, ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളി വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനെല്ലാം ചേർത്തതിന് ശേഷം നമുക്കെല്ലാം നമ്മുടെ മസാലകളെല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ 2ാമത്തെ പാലാണ് ചേർക്കുന്നത്. ഞാൻ 1 കപ്പ് അളവിലാണ് തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആവശ്യം നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാനായിട്ട്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 3 മിനിറ്റും കൂടി അടച്ചു വെച്ച്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. എന്നിട്ടൊരു 3 മിനിറ്റും കൂടി അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാല് 1/2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചൂടായാൽ മതി. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് വഴറ്റി കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞത്. ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്